നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. അത്ര സുഖകരമല്ലാത്ത വാർത്ത തന്നെയാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മൾ കേൾക്കുന്ന എല്ലാം ദുരന്തപൂർവമായിട്ടുള്ള വാർത്തകൾ തന്നെയാണ്. ആഘോഷപൂർവ്വമായി ഒരു യാത്ര തിരിച്ച അധ്യാപക സംഘത്തിന് അപകടമുണ്ടായി, 9ഓളം പേർ മരിക്കുന്നു. പടക്കം പൊട്ടി, പടക്ക നിർമ്മാണ കേന്ദ്രശാല പൊട്ടി 14 പേരോളം മരിക്കുന്നു. അങ്ങനെ പാമ്പ് കടിയേറ്റ് സംസ്ഥാനത്താകെ ഇതുവരെ 6 പേർ മരിക്കുന്നു. ഇതുവരെയുള്ള കണക്കാണ്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾ കൊണ്ട് മാത്രം 6 പേരുടെ മരണം സ്ഥിരീകരിക്കുന്നു. അങ്ങനെ നിരവധി വാർത്തകൾ. അതിൻ്റെ കൂടെയാണ് കൊലപാതക വാർത്തകൾ കൂടി പുറത്തു വരുന്നത്. സ്വന്തം അമ്മയെ തിരിഞ്ഞും പിരിഞ്ഞും നോക്കാതെ മകന് വെട്ടിക്കൊല്ലാൻ അധിക താമസമൊന്നും വേണ്ട എന്ന് ഇതിനു മുൻപുള്ള പല വാർത്തകൾ കേട്ട് നമുക്ക് മനസ്സിലായിട്ടുണ്ട്. എന്നാൽ തികച്ചും അപ്രതീക്ഷിതമായി അമ്മയും മകനും ഏറെ സ്നേഹത്തിലായിരുന്ന ഒരു കുടുംബത്തിൽ ഇത്തരമൊരു അപകടം ഉണ്ടായാലോ? അക്ഷരാർത്ഥത്തിൽ നാട്ടുകാർക്ക് ഇപ്പോഴും വിശ്വസിക്കാൻ കഴിയുന്നില്ല. ഇന്നലെ രാത്രി അല്ലെങ്കിൽ ഇന്നലെയൊക്കെ കേളകത്ത് എന്താണ് സംഭവിച്ചത് എന്നുള്ളത്. കണ്ണൂരിലെ കേളകം കൊളക്കാട്ടിൽ സ്വന്തം അമ്മയെ കഴുത്തറുത്ത് കൊലപ്പെടുത്തിയ ശേഷം പോലീസ് സ്റ്റേഷനിലേക്ക് പോകുന്ന വഴി പ്രതിയായ ക്രിസ്റ്റി എന്ന മകൻ അയൽവാസികളോട് പറഞ്ഞ ഒരൊറ്റ വാക്യത്തിൽ എല്ലാം ഉണ്ട് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. ഈ വാക്കുകേട്ടാണ് നാട് ഒന്നടങ്കം നടുങ്ങിയിരിക്കുന്നത്. എന്നെ ഇങ്ങനെയാക്കിയത് ഈ വീട്ടുകാരാണ്. ഇനി അച്ഛനെയും കൂടി ഞാൻ കൊല്ലണം, അച്ഛന്റെ ചോര കൂടി എനിക്ക് കാണണമെന്നാണ് 25കാരനായ ആ യുവാവിന്റെ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ. മടത്തിപ്പറമ്പ് തങ്കച്ചന്റെ ഭാര്യയും മഹിളാ മോർച്ച ജില്ലാ കമ്മിറ്റി അംഗവുമായ ഗീതാമ്മയാണ് മകന്റെ ക്രൂരതയ്ക്ക് ഇരയായത്. ഗീത മകന് മാത്രമല്ല എല്ലാവർക്കും അമ്മ കൂടിയായിരുന്നു. ഗീതാമ്മ എന്നാണ് കൊച്ചുകുട്ടി പോലും ഗീതാമ്മയെ വിളിച്ചിരുന്നത്. കഴിഞ്ഞ ദിവസം രാത്രി 10 മണിയോടുകൂടി താന്നിക്കുന്നിലെ വീട്ടിൽ വെച്ചാണ് നാടിനടുക്കിയ ഈ സംഭവം അരങ്ങേറിയത്. ബാംഗ്ലൂരിൽ BCA പഠനം പാതി വഴിയിൽ ഉപേക്ഷിച്ച ക്രിസ്റ്റി ലഹരിക്ക് അടിമയായിരുന്നുവെന്നാണ് സൂചനകൾ. ലഹരിയുടെ കരളാസ്തങ്ങളിൽ പെട്ടുപോയ ഒരു ജീവിതം എങ്ങനെ സ്വന്തം ചോരയെ പോലും തിരിച്ചറിയാത്ത വിധം ക്രൂരമാകുന്നു എന്നതിന്റെ നേർക്കാഴ്ച കൂടിയായിരുന്നു ഇത്. സംഭവ സമയത്ത് ഗീതാമ്മയുടെ സഹോദരന്മാരും വീട്ടിൽ ഉണ്ടായിരുന്നു. വീട്ടിൽ വലിയ ബഹളം കേട്ട് ഓടിയെത്തിയ അയൽവാസി നിപുനാണ് രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന ഗീതാമ്മയെ ആദ്യം കണ്ടത്. ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിക്കാൻ ശ്രമിച്ചെങ്കിലും അപ്പോഴേക്കും ആ ജീവൻ പൊലിഞ്ഞിരുന്നു. അമ്മയെ കൊലപ്പെടുത്തിയ ശേഷം കൂസലില്ലാതെ പുറത്തിറങ്ങിയ ക്രിസ്റ്റി അടുത്തുള്ള കടയിൽ ഇരിക്കുകയായിരുന്നു. തുടർന്ന് നിപുൺ തന്നെയാണ് സ്കൂട്ടറിൽ കയറ്റി പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിച്ചത്. തന്റെ ഈ അവസ്ഥയ്ക്ക് കാരണം വീട്ടുകാരാണെന്നും അവരിനി തന്നെ ഉപേക്ഷിക്കേണ്ട കാര്യമില്ലെന്നുമാണ് ക്രിസ്റ്റി പറഞ്ഞത്. അച്ഛൻ തങ്കച്ചൻ പുതിയ റിസോർട്ടിന്റെ പണിയുമായി ബന്ധപ്പെട്ട സ്ഥലത്തില്ലാത്ത സമയത്തായിരുന്നു ഈ കൊലപാതകം നടന്നത്. പഠനം നിർത്തിയ ശേഷം എറണാകുളത്ത് നിന്നിരുന്ന ക്രിസ്റ്റി കഴിഞ്ഞ 1 മാസമായി മാത്രമാണ് ഈ നാട്ടിൽ ഉണ്ടായിരുന്നത്. ഒരു നാടിന് മുഴുവൻ പ്രിയപ്പെട്ടവളായിരുന്നു. സ്വന്തമായി തൊഴിൽ ചെയ്ത് കുടുംബം പുലർത്തിയിരുന്ന ഗീതാമ്മയുടെ വേർപാട് തീർച്ചയായും തീരാ നോവായി മാറിയിരിക്കുകയാണ്. ഗീതാമ്മയെ കഴുത്തറുത്ത് കൊന്ന വാർത്ത ഞെട്ടലോടുകൂടിയാണ് കേരളം ഒന്നടങ്കം കേട്ടത്. ലഹരിക്കടിമയായ മകൻ അകാരണമായി അമ്മയുമായി വഴക്കിട്ട ശേഷം ക്രൂരമായി കൊലപ്പെടുത്തുകയായിരുന്നു. അമ്മൂമ്മയെ മുറിക്കുള്ളിൽ പൂട്ടിയിട്ട ശേഷമായിരുന്നു അമ്മ ഗീതയ്ക്ക് നേരെ തിരിഞ്ഞത്. പിതാവ് തങ്കച്ചനെ കൊല്ലാനും ക്രിസ്റ്റി പദ്ധതിയിട്ടിരുന്നു. സ്ഥലത്തില്ലാത്തതിനാലാണ് രക്ഷപ്പെട്ടതെന്നാണ് അയൽവാസികൾ പോലീസിന് നൽകിയ മൊഴി. എന്നെ ഇങ്ങനെയൊക്കെ ആക്കിയത് വീട്ടുകാരാണ്. അപ്പനെ കിട്ടിയില്ല, അയാളെയും കൊല്ലണം, അയാളെ കൊല്ലാതെ ഇനി സമാധാനം ഉണ്ടാകില്ല, ആരും തന്നെ ഉപദേശിക്കാൻ വരേണ്ടെന്നും ക്രിസ്റ്റി പറഞ്ഞു നിപുൺ വെളിപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ഗീതാമ്മയെ കൊലപ്പെടുത്തിയ ശേഷം പിതാവ് തങ്കച്ചൻ വീട്ടിലേക്ക് എത്തുന്നതിനായി ക്രിസ്റ്റി കാത്തിരുന്നുവെന്നും കാണാതായതിനെ തുടർന്ന് ഗീതാമ്മയെ കൊലപ്പെടുത്താൻ ഉപയോഗിച്ച കത്തിയുമായി നേരെ സ്റ്റേഷനിലേക്ക് പോവുകയായിരുന്നുവെന്നാണ് നാട്ടുകാർ പറയുന്നത്. അയോത്ത് ചാനലിൽ പുതുതായി നിർമ്മിക്കുന്ന റിസോർട്ടിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കായി പുറത്തുപോയതായിരുന്നു തങ്കച്ചൻ. വെള്ളിയാഴ്ച രാത്രി 10ഓടെയാണ് ഗീതാമ്മ കൊല്ലപ്പെട്ടത്. അമ്മയെ കൊലപ്പെടുത്തിയ വിവരം കോഴിക്കോടുള്ള സഹോദരിയെ വിളിച്ചാണ് ക്രിസ്റ്റി ആദ്യം പറയുന്നത്. ഇവർ ബന്ധുക്കളെ വിളിച്ച് വിവരം പറഞ്ഞതോടുകൂടിയാണ് സംഭവം പുറത്ത് അറിയുന്നത്. ഓടിയെത്തിയ ബന്ധുക്കൾ രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന ഗീതാമ്മയെ കാണുകയും ആശുപത്രിയിൽ എത്തിക്കുകയും ചെയ്തെങ്കിലും ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. വിവരമറിഞ്ഞ ക്രിസ്റ്റിയുടെ പിതാവ് തങ്കച്ചൻ ദേഹാസ്വാസ്ഥ്യത്തെ തുടർന്ന് ആശുപത്രിയിലാണ്. ബാംഗ്ലൂരിലെ BCA പഠനം പാതി വഴിയിൽ ഉപേക്ഷിച്ച് ക്രിസ്റ്റി നാട്ടിലെത്തുകയായിരുന്നുവെന്നും പിന്നീട് കുറച്ചുകാലം വിദേശത്തായിരുന്നുവെന്നും ഒക്കെ അയൽവാസികൾ പല കഥകളും പറയുന്നുണ്ട്. ക്രിസ്റ്റി വിളിച്ചത് കോഴിക്കോടുള്ള സഹോദരിയാണ് എന്ന് നേരത്തെയും പറഞ്ഞല്ലോ. സഹോദരി പറഞ്ഞതനുസരിച്ചാണ് വീട്ടിലെത്തിയ ബന്ധുക്കൾ ഗീതാമ്മയെ രക്തത്തിൽ കുളിച്ചു കിടക്കുന്നത് കാണുന്നത്.
എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ ക്രിസ്റ്റിയുടെ പിതാവിന്റെ നിലവിലെ അവസ്ഥ തൃപ്തികരമാണ്. പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകിയിട്ടുണ്ട്. പോലീസ് സ്റ്റേഷനിലാണ് ക്രിസ്റ്റി ഇപ്പോഴും ഉള്ളത്. ഗീതാമ്മയുടെ മരണാനന്തര ചടങ്ങുമായി ബന്ധപ്പെട്ട് ക്രിസ്റ്റിക്ക് പോകണമെന്നൊക്കെ പറയുകയും പൊട്ടിക്കരയുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയും ഒക്കെ ചെയ്തിരുന്നു. ക്രിസ്റ്റി ഗീതാമ്മയെ കൊലപ്പെടുത്തുന്ന സമയത്ത് തങ്കച്ചന്റെ വൃദ്ധയായ മാതാവ് ഏലിക്കുട്ടിയും വീട്ടിൽ ഉണ്ടായിരുന്നു. 90 വയസ്സ് പ്രായമുള്ള ഏലിക്കുട്ടിയെ അവരുടെ മുറിയിൽ പൂട്ടിയിട്ട ശേഷമാണ് ഗീതാമ്മയുമായി വഴക്കുണ്ടായത്. സംഭവം അറിഞ്ഞ ക്രിസ്റ്റിയുടെ പിതാവ് തങ്കച്ചന് നെഞ്ചുവേദന അനുഭവപ്പെട്ടതിനെ തുടർന്ന് പേരാവൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പിന്നീട് ബന്ധുവീട്ടിലേക്ക് മാറ്റി. പോലീസ് സ്റ്റേഷനിലെത്തിയത് കത്തിയുമായാണ് വന്നത്. പോലീസ് സ്റ്റേഷനിൽ ശാന്തനായാണ് ക്രിസ്റ്റി പെരുമാറിയത്. ചോദ്യം ചെയ്യലിനോട് പൂർണ്ണമായി സഹകരിക്കുന്നുണ്ട്. ബാംഗ്ലൂരിൽ BCA വിദ്യാർത്ഥിയായിരുന്ന ക്രിസ്റ്റി പഠനം പാതി വഴിയിൽ ഉപേക്ഷിച്ച് നാട്ടിലെത്തി. കുറച്ചുകാലം വിദേശത്തുണ്ടായിരുന്നു. എന്നാൽ അവിടെ നിന്ന് മടങ്ങി വന്ന ശേഷം വീണ്ടും പലയിടങ്ങളിൽ ചുറ്റി നടക്കുന്നതായാണ് നാട്ടുകാർ പറയുന്നത്. ക്രിസ്റ്റിയും ഗീതാമ്മയും അത്രയും വേണ്ടപ്പെട്ട ഒരു സുഹൃത്തുക്കളെ പോലെയായിരുന്നു പെരുമാറിയത് എന്ന് ചിലർ പറയുന്നു. അമ്മയെ കൊന്ന ശേഷവും അവൻ പറഞ്ഞു ആരും ഉപദേശിക്കാൻ വരണ്ട എന്നൊക്കെയാണ്. ഏതായാലും അതിന്റെ കാരണങ്ങളും പോലീസ് സംഘം പരിശോധിച്ച് വരുന്നുണ്ട്. ക്രിസ്റ്റിക്ക് മാനസിക നില തകരാറിലാണോ എന്നടക്കമുള്ള കാര്യങ്ങളും ചോദിച്ചു വരുന്നുണ്ട്. ഗീതാമ്മയെ കൊലപ്പെടുത്തിയ ശേഷം അച്ഛനെയും കൊല്ലണമെന്ന് തീരുമാനിച്ച ക്രിസ്റ്റി കുറച്ചു നേരം വീട്ടിലൊക്കെ തന്നെ ഉണ്ടായിരുന്നു. എന്തായാലും ആ അച്ഛൻ ക്രിസ്റ്റിയുടെ മുന്നിൽ നിന്നും രക്ഷപ്പെട്ടത് തലനാഴിലേക്ക് മാത്രം എന്നേ പറയാൻ സാധിക്കുള്ളൂ എന്നാണ്. എന്തായാലും അയൽവാസികളൊക്കെ തന്നെ പ്രതികരിക്കുന്നുണ്ട് ഈ ഒരു ഘട്ടത്തിൽ. ലഹരി എന്ന വിപത്ത് ഒരു കുടുംബത്തിലെ സ്വപ്നങ്ങളെയും സ്നേഹത്തെയും എങ്ങനെ തകർത്തെറിയുന്നു എന്നതിന് ഇതിലും വലിയ ഉദാഹരണം വേറെയില്ല. ലഹരിയുടെ ലോകത്തേക്ക് വഴിമാറിപ്പോകുന്ന യുവതലമുറയെക്കുറിച്ച് നമ്മൾ ഏറെ ഗൗരവത്തോടുകൂടി ഇനിയും ചിന്തിച്ചില്ലെങ്കിൽ ഇതുപോലെ പല അമ്മമാരും ഓരോ ദിവസവും കേരളത്തിലെ ഓരോ വീട്ടിലും കൊല ചെയ്യപ്പെടും. ഗീതാമ്മയുടെ ആത്മാവിന് നിത്യശാന്തി നേരുന്നു. ഇത്തരം ദാരുണമായ സംഭവങ്ങൾ ഇനി ആവർത്തിക്കാതിരിക്കട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം.